നീ എന്തിനാ എന്നോട് പറഞ്ഞു എന്റെ അടുത്ത് വന്നിട്ട് തുപ്ലിയിലെ ബന്ധം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. അല്ല, നീ അങ്ങനെ അടിച്ചാൽ മതി എന്ന കാര്യമില്ല. സാധനം കുറവാണ്. തുപ്ലിയിലെ ബന്ധത്തിൽ അടിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. നീ അടിക്കണ്ട. ഞങ്ങളെ ഇറക്കി വിട്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാ അയലത്തെ ചേച്ചിയായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധമുണ്ട്. ചേച്ചിയുടെ ഭർത്താവ് ഇവിടെ വരെ തളർന്നു പോയതാ. തടവുകാരി ബാക്കി പോയി കഴിഞ്ഞാൽ ഇത് സെൻസേർഡ് ആയി പോകും. ധ്യാൻ ശ്രീനിവാസൻ ഈ അവതാരകർക്കൊക്കെ സിനിമയിൽ അവസരം കൊടുക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭവാനി അതൊരു അവരാതാണെന്ന് എന്താ പറഞ്ഞ എങ്ങനത്തെ അറ്റ്മോസ്ഫിയർ ഇഷ്ടം? റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ സാധാരണ ഭയങ്കര ഗാഡി നമ്പർ സീൻ നമ്പർ 7. എന്നോട് മുൻപൈലേക്ക് ഒന്നുമില്ലല്ലോ. എന്നോട് പിന്നെ ആരും വന്ന് സുഖാണോ സുഖാണോ ചോദിക്കാറില്ലേ? ഇവൻ കൊറേ പേരോട് സുഖാണോ സുഖാണോ സുഖാണോന്നില്ലല്ലോ ചോദിക്കുന്നത്. സുഖം വേണോന്ന് ചോദിക്കണോ? കണ്ടോ ഇത് വിളിക്കാനിട്ട് ഈ ഇന്റർവ്യൂ വലിഞ്ഞേറി വരാൻ വിളിക്കുന്ന വിളിയുണ്ടോ? ഞാനാ നായികന്ന്. റിലീസ് വരെ ഉള്ളൂ വീണയുടെ ഈ ആങ്കറിംഗ് ജോലി. നിർത്തുക. അവിടെയല്ല ഇവിടെയല്ല. അതാ ഹലോ എവരിവൺ, ആപ് കൈസേ ഹോയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ടീം നമ്മുടെ കൂടെയുണ്ട്. ഹലോ ഗൈസ്. ഗൈസ് അല്ല ഗൈളൂ. ഓക്കെ, ഈ ആപ് കൈസേ ഹോ അതായത് സുഖാണോ എന്നുള്ള അർത്ഥം. അപ്പൊ നമ്മളിപ്പോ സുഖം അല്ലാതിരിക്കുകയാണെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണെന്നല്ലേ പറയുള്ളൂ. അതിന്റെ പുറകിലുള്ള ഒരു രഹസ്യം എന്തായിരിക്കും? അല്ല, എനിക്ക് ഞാൻ സുഖമില്ലെന്ന് എന്നോട് പിന്നെ ആരും വന്ന് സുഖാണോ സുഖാണോ ചോദിക്കാറില്ലേ? ഇവൻ കൊറേ പേരോട് സുഖാണോ സുഖാണോ സുഖമാണോന്നല്ലേ ചോദിക്കുന്നത്. സുഖം വേണോന്ന് ചോദിക്കണോ? സുഖാണോ സുഖാണോ അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ നമ്മൾ ഒരിക്കലും സുഖാണെന്ന് മറുപടി പറയത്തില്ല. കുഴപ്പമില്ലെന്നല്ലേ പറയാം. അത് ശരിയാ. അപ്പൊ രാത്രി അപ്പൊ പിന്നെ നമ്മൾ ദിവ്യാന്ന് പറഞ്ഞിട്ട് ഇവനെനിക്ക് സുഖമാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല. ഞാൻ ദിവ്യാടി. അപ്പൊ രാത്രി ഏതോ ഇവനാസുഖം കിട്ടി. സുഖം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. സമയം വിളിച്ചിട്ട് ചോദിച്ചു സുഖാണോ? സുഖം സുഖാണെന്നല്ലേ പറഞ്ഞ. അപ്പൊ കുഴപ്പമില്ല. സുഖമല്ല, ആപ് കൈസേ ഹോ അതാണ് വിഷയം. സുഖമല്ല. അത് ഞാൻ ചോദിക്കാൻ വരും. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ എന്തായാലും ഔട്ട് ഓഫ് ടോപ്പിക്കിലേക്ക് പോവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആപ് കൈസേ ഹോയുടെ പ്രൊമോഷൻ ആണെന്ന് അറിയാൻ വേണ്ടിയാണോ ഈ ടീഷർട്ട് ഇട്ടേക്കുന്നത്? പിന്നെ പ്രൊഡ്യൂസർ പറഞ്ഞായിരുന്നു ഇട്ടോട്ട് പോകണം. ഒരിക്കലുമില്ല. വലിയ പടങ്ങൾക്ക് കണ്ട് RRR കണ്ടിട്ടില്ലേ? അവരിട്ടോട്ട് പോകുന്നത് ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? രാംചരൺ പിന്നെ അല്ലേ പിന്നെ ജൂനിയർ ഇന്ത്യ വന്നപ്പോ നിങ്ങളെന്താ രാജമൗലിയോട് നിങ്ങളെന്താ ഒരേപോലത്തെ ടീഷർട്ട് ഒന്നും ആരെങ്കിലും ചോദിച്ചോ? അപ്പൊ ഞങ്ങളോട് ചോദിക്കാം. ഞങ്ങളെ ചോദിക്കാൻ ആരുമില്ല. ഞാൻ ചോദിച്ചല്ലോ. പിന്നെ കാര്യം അറിയാമോ? ഈ ടീഷർട്ട് അടിക്കാൻ വലിയ പൈസയൊന്നും വേണ്ട. 100 രൂപ ഉണ്ടെങ്കിൽ ടീഷർട്ട് അടിക്കാം. ബൾക്കായിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ അതിന് ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ അവരുടെ ബഡ്ജറ്റ് നമുക്ക് മനസ്സിലായി. RRR അല്ല, അത് വേറെ ലെവലായിരിക്കും. തിരുപ്പൂർ കമ്മീഷനും വാങ്ങിച്ചു. പഴയ ഇൻട്രോട്ട് ഇരിക്കണോ? JB ജംഗ്ഷനില് പേയ്മെന്റോ കിട്ടിയില്ല. ഇതിന്റെ കമ്മീഷൻ ഇതിന്റെ കമ്മീഷൻ നമുക്ക് എല്ലാവർക്കും. ഈ സിനിമയില് ഇവൻ ആകെ കൊടുത്ത കോസ്റ്റ്യൂം ഇതാ. സ്വന്തമായി സിനിമക്കകത്ത് ഇങ്ങനെയാണോ പറ്റുന്നു? ആപ് കൈസയുടെ ടീഷർട്ട് ഇട്ട് ഞാൻ ആപ് കൈസയിൽ അഭിനയിക്കുന്നു. അങ്ങനെയാണ് ഈ സിനിമ. പ്രമോഷൻ സിനിമയ്ക്ക് അകത്തൂടെ നല്ല രാശിയാ. ഒരു മിനിറ്റ് നോട്ട് വെച്ചേക്കട്ടെ പ്ലീസ്. എന്നോട് മുൻപൈലേക്ക് ഒന്നുമില്ലല്ലോ. നാളെ തൊട്ട് ഇവിടെ അടിച്ചു വേണം കൗമുദി. അത് വേണ്ട ആവശ്യമില്ല. ഞങ്ങൾ അവിടെ സിമ്പിൾ വെക്കും. എവിടെ? ഓൺ എയറിൽ പോകുമ്പോ. ഇതിന്റെ അകത്ത് ഓണറിൽ പോകും. അതിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്തോണ്ട് തെറ്റൊന്നുമില്ലല്ലോ. നല്ല കാര്യമല്ലേ? ഞാൻ പുതിയൊരു ആശയം ആക്ച്വലി ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പിന്റെ ലക്ഷണമാണത്. ഇവരുടെ അടുത്ത് പറഞ്ഞ അടിച്ചു തരും. പിന്നെ എത്ര വേണ്ടേ? എത്ര വേണം?
ഫുൾ കൗമുദിയുടെ ഇങ്ങനെ ബൾക്ക് ഓർഡർ തന്നേര്. അത് സുമേഷനോട് ചോദിച്ചോട്ടെ. പുറകിലുണ്ട് സുമേഷ് അതിലല്ല അടിക്കണ്ട, തൊപ്പിയിലടിക്കണം. നമുക്ക് പോകുമ്പോ ഡീലാക്കാം കാര്യം. അത് ഇത് തൊപ്പി കഴിഞ്ഞു. ഇപ്പൊ വെള്ളത്തൊപ്പി, വേറെ റെഡ്, ചുവന്ന തൊപ്പി ഇല്ല, കാണാനില്ല. സുമേഷേട്ടൻ സ്ക്രീനിൽ വന്നില്ലെങ്കിൽ എനിക്ക് തഗ്ഗാണല്ലോ. ചുവന്ന തൊപ്പിയൊക്കെ നമ്മള് മിസ് അത് നാറിയിട്ട് ഇവർ അസോസിയേഷൻ പറഞ്ഞ് മാറ്റി തന്നു. വിനായകൻ ചേട്ടൻ ഇഷ്യൂല് ചുമന്ന തൊപ്പിയായിരുന്നോ? ഇടയ്ക്ക് കലക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. തൊപ്പിയോ? വാഷിംഗ് മെഷീനിലിടും. നമ്മള് പിന്നെ വിഷയത്തിൽ പറഞ്ഞു നമ്മുടെ വിഷയം. അല്ല, അതിനാണ് നമ്മൾ ഈ ടീഷർട്ട് ഇട്ട് വന്നേക്കണേ. അപ്പൊ ആളുകൾ കാണുമ്പോൾ ഓർമ്മ വരും, ഓക്കെ ഇത് ആപ് കൈസേ ഹോന്റെ ഇന്റർവ്യൂ ആണ് എന്നുള്ളത്. കന്നഡ എന്താ ഒറ്റയ്ക്ക്, ബാക്കി ആർക്കും ഇല്ല? ഇത് ആപ്കേസയുടെ സ്വന്തം കണ്ടു ആണോ? നിങ്ങൾക്ക് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു കളർഫുൾ ആയിട്ടൊക്കെ ഇരിക്കാം. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എല്ലാരും വെച്ചു. ഓരോ ഇന്റർവ്യൂ മാറി മാറി പുള്ളി നിങ്ങൾ വെക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് വെച്ചോ. ഒരു കണ്ണട എല്ലാവരും മാറി മാറി വെക്കും. ഞങ്ങൾ ബ്രദേഴ്സ് ബോണ്ട് അങ്ങനെയാ, അറിയില്ല. ബ്രൊമാൻസ് ബ്രൊമാൻസിന്റെ ഇന്റർവ്യൂ, മാറി പോകരുത്. ബ്രൊമാൻസിന്റെ പ്രൊമോഷൻ ആണോ? ബ്രൊമാൻസ് എന്ന് പറഞ്ഞൊരു വേർഡാ, അത് സിനിമയല്ല. അതൊരു വാക്കായിരുന്നു. ഇപ്പത്തെ സിനിമയാണ്. എനിക്ക് സിനിമയൊക്കെ അറിയുന്നത് ഈ വാക്കൊക്കെ ആരും. അതാ ഞാൻ വേറെ കുറെ വാക്കുകൾ കൊണ്ടുവന്നിട്ട് ആ അവസാനം ഉണ്ടാകാം ഞാൻ. ഹിന്ദി ആക്കാനാണോ? നോ, മലയാളം. നമ്മൾക്ക് മലയാളമേ ഉള്ളൂ. ഓക്കെ. ഫേക്ക് ഐഡിന്ന് മെസ്സേജ് വരാറുണ്ടോ? ഫേക്ക് ഐ ഡിന്ന് മെസ്സേജ് അയക്കാറുണ്ട്. ഫേക്ക് ഐഡി ഉണ്ടോ? എനിക്കോ? ഇല്ല. ചുമ്മാ എനിക്കെന്തിനാ? സോഷ്യൽ മീഡിയ ആപ്പേ ഇല്ല. ആണോ? ഓഹോ. ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല. ഫേസ്ബുക്ക് ഉണ്ട്, വസന്തം ആയതുകൊണ്ട്. അതുണ്ട്. ഉണ്ട്. അപ്പൊ ഫേക്ക്, അതിനകത്ത് ഫേക്ക് ഐഡി ഉണ്ടാക്കാമല്ലോ. പിന്നെ മെനക്കെട്ടിട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കി കുറച്ച് പണി ഉള്ള അക്കൗണ്ട് തന്നെ നോക്കാൻ വയ്യ. ഇല്ല. ഓക്കെ, ഉണ്ട്. ഫേക്ക് ഐഡി ഉണ്ടോ? ടുട്ടു 74. അത് പറഞ്ഞോ, റിവീൽ ചെയ്യാൻ ആണോ? അതിനകത്ത് ആർക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്? അതാ ആ ടുട്ടു. ഇനി അങ്ങനെ ഉണ്ടോ? നീ പിങ്കി ബ്ലൂ അല്ലേ? അല്ല പൂക്കി 7. ഇനി അങ്ങനെ ഒരു സാധനം വന്നിട്ട് അതിന്റെ പേരിൽ എടാ നീ ഇപ്പൊ പറയുന്നല്ലോ ഒരുത്തരം ഉണ്ടാക്കും നാളെ പോയിട്ട്, അതിന്റെ പേരില് എന്തെങ്കിലും ഒരു സാധനം അടിക്കും, ഇവനെ പോലീസ് പിടിച്ചോണ്ട് ഇല്ല. IMEI അല്ലെങ്കിൽ ഡൊമൈൻ നോക്കി അറിയാൻ പറ്റില്ല, നമുക്കും അറിയാം IT. പക്ഷെ സിനിമയ്ക്ക് മുമ്പാണെങ്കിൽ പ്രൊമോഷൻ ആയേനെ. ഏതാ സിനിമയ്ക്ക് മുമ്പാണ് ഈ അങ്ങനെ പണി കിട്ടിയിരുന്നെങ്കിൽ. ഒന്നും നല്ല രീതിയിൽ പറ്റുന്നില്ലല്ലേ? ഒരു സാധനം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഈ ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ള സ്ക്രിപ്റ്റ് റൈറ്റർക്ക് അപ്പൊ ഓരോരുത്തരുടെ കഥ എഴുതണമെങ്കിൽ ഓരോരോ അറ്റ്മോസ്ഫിയർ വേണ്ടേ? ചിലപ്പോൾ ആളുകൾ ഇല്ലാത്തൊരു സ്ഥലം വേണം, അല്ലെങ്കിൽ കുറച്ച് ആളുകളുള്ള ബഹളമുള്ള ഒരു സ്ഥലമായിരിക്കും. എങ്ങനത്തെ അറ്റ്മോസ്ഫിയർ ഇഷ്ടം? വൈറ്റിലയുടെ നടുക്ക് ഒരു ജാതക്കുള്ള ആള് വേണം. അതെ, നല്ല ഒച്ചയും ബഹളമൊക്കെ വേണം. ഒച്ചയും ബഹളവും. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലിരുന്ന് കുറെ ബിരിയാണി, കുറെ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ സാധാരണ എന്ന് എഴുതാറുള്ളത്. ഭയങ്കര ഗാഡി നമ്പർ, ഗാഡി നമ്പർ, സീൻ നമ്പർ 7. ഹിന്ദിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഹിന്ദി അവിടെ കേൾക്കാമല്ലോ. അതെ. അല്ല ഇത് അങ്ങനെ, ഇത് ഈ പറയുന്ന ഓൺ ലൊക്കേഷൻ ആണ് മിക്കതും എഴുതിയിട്ടുള്ളത്, ഡയലോഗ്സ്. കാരണം സീൻ ഓർഡർ ഉണ്ടായിരുന്നു, അത് മുന്നേ പറഞ്ഞപ്പോഴും കഥ പറഞ്ഞപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവരുടെ അടുത്തൊക്കെ ഒരു ഈ ഇൻസിഡന്റ് ആണ് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞത്. അച്ഛനോട് ഈ ഇൻസിഡന്റ് ആണ്, ഈ കൂട്ടുകാരന്റെ ലൈഫിൽ നടന്ന ഇൻസിഡന്റ് ആണ് ഞാൻ പറഞ്ഞത് ഇവരോടൊക്കെ. അപ്പൊ അതിനൊരു സിനിമയാക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണമല്ലോ. അത്തരത്തിലെ മാറ്റങ്ങൾ നമ്മൾ ഓൺ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ ടോക്കി പോർഷനൊക്കെ, ഡയലോഗ്സ് പോർഷനൊക്കെ അപ്പപ്പോ അവിടുന്ന് ഇവരൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ്. എന്നുവെച്ചാൽ ഇതിൽ ജീവയുടെ കയ്യിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, അജുവേട്ടൻ്റെ കയ്യിൽ നിന്നുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്റെ കോമ്പിനേഷൻ വിശാരിച്ചേട്ടനായിട്ടാ. സോ അതുകൊണ്ട് വളരെ നന്നായിരുന്നു. അല്ല, അദ്ദേഹമായിട്ട് ധ്യാനിന്റെ അടുത്ത് ഒരു ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ പോലത്തെ ഉള്ളൊരു സ്പോട്ടിൽ ഡയലോഗ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ വരുന്ന ഒരാൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കുറെ നൈറ്റ് ഷൂട്ട്സ് ആയിരുന്നു, അപ്പൊ അവിടെ നല്ല രസമായിരുന്നു ഇവരുടെ കൂടെ നിൽക്കാൻ. അവർ ആ സമയത്ത് അത് വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെയാണ് കാര്യം അറിയോ, അങ്ങനത്തെ ഒരു ഫ്രീഡം ഒരു റൈറ്റർ തരണം. ഈ സിനിമയ്ക്ക് ഇതിന്റെ റൈറ്ററും ഡയറക്ടറും ആ ഫ്രീഡം തന്നു, അതുകൊണ്ടാണ്. അല്ലാതെ തരാത്തൊരു സ്ഥലത്ത് പോയി നമ്മളത് ചെയ്യരുത്. ചേട്ടന്റെ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര സീരിയസ് ആയല്ലേ? എനിക്കും അങ്ങനെ തോന്നുന്നു. അല്ല, ഇത് കാര്യമായ ഒരു കാര്യമായതുകൊണ്ട് നല്ല സാധനമായതുകൊണ്ട് ഇപ്പോഴാണ് അങ്ങനെ പറയാൻ പറ്റിയ സാധനം വന്നത്. ആഗ്രഹം 10-15 മിനിറ്റ് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. ജീവിതം 2 റൊമാൻസ് കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ സാധനത്തിലെത്തിയത്. അല്ല, ഒരു സമാധാനത്തിന് ഇപ്പത്തോട് നോക്കിയപ്പോഴേ ഞാൻ എന്താ സീരിയസ് ആവാന്ന് സീസണല്ല സീരിയസ്നെസ്. ഒരു സീസണിൽ സീരിയസ് ആവും, പിന്നെ മൊത്തം കോമഡി ആയിരിക്കും.
ഓക്കെ ഇപ്പൊ ഈ സീരീസിന്റെ അപ്പൊ ഞങ്ങൾ എന്താ ആവണ്ടേ? കോമഡി. ഓക്കെ, അതിപ്പോ അവിടെ കൊടുത്തുപോയി, അതുകൊണ്ടാണ്. അതുകൊണ്ട് സീരിയസേ പറ്റുള്ളൂ. അതെ, ഒരു കോമഡി പിന്നെ ഒരു സീരിയസ് പിന്നെ ഒരു കോമഡി. എനിക്ക് സീരിയസ് ക്വസ്റ്റ്യൻസ് ഇല്ല. ഞാൻ ചോദിക്കണതൊക്കെ കോമഡി, പക്ഷെ നിങ്ങൾ സീരിയസ് ആയി എടുക്കുക. അത് ചോദിക്കാതിരിക്കുന്നതായിരിക്കും അവിടെ. അല്ല സീരിയസ് ആയിട്ട് ആഡ് ചെയ്തൊക്കെ പറയും. കോമഡി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചേ എങ്ങനെ ചോദിച്ചു? കോമഡി ആയിട്ടൊരു ക്വസ്റ്റ്യൻ. ഒരു കോമഡി ക്വസ്റ്റ്യൻ. ഒരു കോമഡി ആ ചോദ്യം കേട്ടാൽ തന്നെ ചിരി വരണം. അതെ, ഞങ്ങൾക്കല്ല, പ്രേക്ഷകർക്ക്. ഒരു കോമഡി ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇത്രയും കഴിവുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ സ്ക്രിപ്റ്റ് എഴുതൂലേ? ആഹാ, അപ്പൊ കോമഡി ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ എനിക്ക് സത്യമായിട്ട് എന്തോ മോനെ വെച്ച് സംസാരിച്ചു. കുത്തി പറഞ്ഞതുപോലെ. അല്ല സത്യമായിട്ട് എനിക്കറിയില്ല. അപ്പൊ ആസ് ആൻ ആങ്കർ അറിയാലോ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞ ജീവ ആങ്കർ. ഞാൻ പറഞ്ഞില്ല എന്റെ കോമഡി ക്വസ്റ്റ്യൻ എന്നാ ജീവ ചോദിക്കാം. എന്നാ ജീവ ചോദിക്കാം. ഇല്ല, അല്ല എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കേ, ക്വസ്റ്റ്യൻ ഇല്ല. അതാ എന്തായാലും ചോദിക്കാം. അതായത് ഈ കോമഡി ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് പറഞ്ഞത് താങ്കളാ? അല്ല മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് മൊത്തം കോമഡി ആയിട്ട്, പക്ഷെ കിട്ടുമ്പോ സീരിയസ് ആണ് ഉദ്ദേശിച്ചത്. എന്നാ ഇപ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ചിരിക്കണം കേട്ടോ. അതായത് പുള്ളിക്കാരി ഉദ്ദേശിച്ചതാ, ഞാൻ ചോദിക്കുമ്പോൾ അത് കോമഡി ആയിട്ടാ. അതായത് ഈ പടത്തിൽ എക്സ്പീരിയൻസ് അതാണ് കോമഡി എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞത്. ട്രെയിനിന്റെ അടിയിൽ അതല്ല കോമഡി ആയിട്ട്. ഞങ്ങൾ തരുന്ന ഉത്തരങ്ങളൊക്കെ വളരെ സീരിയസ് ആയി പോകുന്നു. ഇല്ല, ഇത്ര നേരം ഒക്കെ ആയിരുന്നു. നേരത്തെ അയച്ചോട്ടെ സംസാരിച്ചപ്പോൾ ഇച്ചിരി സീരിയസ് ആയി. അത് ആ സമയത്തേക്ക് വേണ്ടി മാത്രം. ചില വാലിഡ് പോയിന്റ്സ് പറയാൻ നമ്മൾ സീരിയസ് ആണ്. അത് ശരിയാ. മടങ്ങി വരും. ഇപ്പൊ തിരിച്ചു വന്നു നമ്മൾ. പിന്നെ എപ്പോഴെത്തി ഓക്കെ ഞങ്ങളെ സമ്മതിക്കില്ല കേറ്റാൻ. കേറ്റി വരും, കടന്നു വരുമ്പോ നമ്മൾ സീരിയസ് ഉത്തരം പറയുമ്പോൾ ചിരിച്ചോണ്ട് പറഞ്ഞാൽ മതി എന്ന്. ഇതല്ല ചോദ്യം എന്താ സീരിയസ് ഉത്തരം പറഞ്ഞാൽ നമ്മള് ഇതിപ്പോ ആർക്കൊന്നും പിടിയിട്ടില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ചോദിക്കും. ഓക്കെ, ഇപ്പൊ ആപ് കൈസേ ഹോ ഹിന്ദി നെയിം ആണല്ലോ. അപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ടാണോ ഈ സിനിമയ്ക്ക് പേരിട്ടത്? എന്തൊരു തമാശ. കോമഡി ക്വസ്റ്റ്യൻ ഇത് സീരിയസ് ആയിരുന്നു. ഇപ്പൊ ഏത് സ്റ്റിക്കാണ് പറഞ്ഞ കോമഡി മതി. കോമഡി ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ, അപ്പൊ ഞാൻ ഇത് സീരിയസ് ആയിട്ട് ചോദിച്ചത്. ഓക്കെ പ്ലീസ്. കാസ്റ്റ് ചെയ്ത ആക്ച്വലി ഹിന്ദി ആക്ടേഴ്സിനെയാ. ആദ്യം ഒരു പാൻ ഇന്ത്യൻ ആസിഫ് അലി. ഓക്കെ, അല്ല അതുകൊണ്ട് പേരാദ്യം തന്നെ ഉണ്ടായിരുന്നു. പേരാദ്യം തന്നെ ഇട്ടിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. യെസ്, പേരുണ്ടായിരുന്നു. ഇതിലുള്ള ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്ന ഒരാൾ ഹിന്ദി സ്പീക്കിംഗ് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ മലയാളി അല്ലാത്തൊരാളുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കൊളോക്കിയലി ആപ്പ് എന്ന് പറയുന്ന ആപ്പ് വെക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കൊരങ്ങൻ തടി. ആപ്പാണല്ലേ താങ്കൾ എന്നാ അല്ല അല്ല അല്ല, വായിക്കുമ്പോ നമുക്ക് ആപ്പ് കൈസ എന്ന് പറഞ്ഞാലും ആ ആപ്പ് മാത്രം മലയാളത്തിലല്ലേ. ആപ്പ് എങ്ങനെ ഹോയും മലയാളത്തിലാണ്. ഹോ നോക്കണ്ട, ആപ്പ് മാത്രം നോക്കിയാൽ ആപ്പ് മാത്രം നോക്കിയാൽ നമ്മൾ ഉദ്ദേശിച്ച ആപ്പ് മാത്രമേ ഉള്ളൂ. ആപ്പ് മാത്രമേ. ഓക്കെ, അപ്പൊ ഇവന്മാർ രണ്ടുപേരും വെക്കുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് ഹോ എങ്ങനെയുണ്ടെന്ന് അത് ആ ആപ്പ് എടുത്തു കഴിയുമ്പോ ഒരു നല്ല നല്ല ആപ്പാ. ഓക്കെ ഓക്കെ, ഇപ്പൊ ധ്യാൻ ശ്രീനിവാസൻ ഈ അവതാരകർക്കൊക്കെ സിനിമയിൽ അവസരം കൊടുക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭവാനി അതൊരു അപരാധമാണെന്ന് എന്താ പറഞ്ഞ അവതാരകർക്ക് ഞാൻ കറക്റ്റ് ആയിട്ടല്ലേ അങ്ങനെ അവതാരകർക്ക് എന്തില്ല, ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, വീണ മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ടാമത്തെ സ്ലോട്ട് ഓൾറെഡി ഫില്ലായി. മസ്താനി, പാർവതിയും ക്ലെയിം ചെയ്യുന്നുണ്ട്. പാർവതി പാർവതിയൊക്കെ ഓൾറെഡി അഭിനയിക്കുന്നുണ്ടല്ലോ. പാർവതി എന്താ പേര്? ചിത്ര. ഓക്കെ, നോട്ട് ചെയ്തോ. ഡയറക്റ്റ് ചെയ്ത് പടത്തിൽ വിളിക്കും. കണ്ടോ ഈ വിളിക്കാഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ വലിഞ്ഞേറി വരാൻ വിളിക്കുന്ന വിളി കണ്ടോ? ഞാനാ നായികന്ന്. അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ വീണയിലേക്ക് എങ്ങനെ എത്തിയത്? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൺവിൻസ് ചെയ്യാൻ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നമ്മള് കുറെ ദിവസത്തെ ധ്യാൻ ചേട്ടനും വീണ മാനേജറായിട്ട് സംസാരിച്ച് ഡിസ്കഷൻസ്. ബുദ്ധിമുട്ടായിരുന്നു. വീണ പറഞ്ഞു ഫുൾ ഡീറ്റെയിൽ റിട്ടേൺ സ്ക്രിപ്റ്റ് വേണം, അതും റെഡ് കളർ പേപ്പറിൽ പ്രിന്റ് ചെയ്ത വേണം എന്ന് പറഞ്ഞു. അതെന്താ നോളൻ എങ്ങനെയാ കൊടുക്കുന്നത്? അതാരാൻ ചോദിക്കരുത്. ചോദിക്കാൻ പറ്റില്ല. അതറിയില്ലേ? അറിയാം. ബാക്കി പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ വേണം. ആ നിർബന്ധങ്ങളൊക്കെ പ്രൊഡക്ഷൻ ആദ്യം ഡാർവിൻ ചേട്ടൻ അതിന് ബുദ്ധിമുട്ട് പറഞ്ഞു. റെഡ് പേപ്പർ ഡിലേ ആയിരുന്നു നമുക്ക്. പിന്നെ പുള്ളി അങ്ങനെ വീണക്ക് ഒരു ഫുൾ ബൗണ്ടഡ് സ്ക്രിപ്റ്റ് കൊടുത്തു. വീണയുടെ ക്യാരക്ടർ വെച്ചു. ഈ പടത്തില് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിരുന്ന വീണ മാത്രം. വീണയുടെ ഡ്യൂറേഷൻ ആക്ച്വലി സ്ക്രീൻ ടൈം എനിക്കൊന്ന് 3.5 മിനിറ്റ് ഉണ്ട്.
അത് ഇപ്പൊ മാറില്ല ഇപ്പൊ ഒന്നും 3.5 സെക്കൻഡ് അല്ലേ? 3.5 അതിനൊരു ഫുൾ സ്ക്രിപ്റ്റ് കൊടുത്തു. അതെ ഭയങ്കര പ്രൊഫഷണൽ എഴുതുന്നതിന് മുമ്പ് തന്നെ നമ്മള് അത് പുള്ളിക്കാരി വായിച്ചു പോയി. അതിനുശേഷമാണ് സ്ക്രിപ്റ്റ് എഴുതി. ഡബ് കഴിഞ്ഞിട്ട് വീണ റിലീസ് വരെ ഉള്ളൂ വീണയുടെ ഈ ആങ്കറിങ് ജോലി. നിർത്തുക ഒറിജിനൽസ് ഒക്കെ. ഇനി ഇപ്പോഴും അവിടെ ആയിരിക്കും, ഇവിടെ ഇനി സിനിമയിലാണ്. ഇനിയും വീണ ആങ്കർ ആയിട്ടില്ല. അവിടെയല്ല ഇവിടെ ഇല്ലാതായി പോകണം. ഏതാണ്ട് ഈ നിലത്ത് അതിലേക്കാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. അതെ, പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് വീണ എന്ന് പറഞ്ഞൊരു ഓർമ്മയാക്കുക എന്നുള്ളത് അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും. പക്ഷെ ഇല്ലാതിരുന്നിട്ട് നമ്മൾ സംസാരിച്ചില്ലേ, അതെ. അതാണ് പവർ. അതാണ് ഉർമീസ്. ഒറ്റ കോളില് സംസാര വിഷയമാക്കി ഇവിടെ. ഓക്കെ, നമ്മൾ ഇത്ര സീരിയസ് ആയി സ്ഥിതിക്ക് ഒരു ഗെയിം കോമഡി ചോദ്യമല്ല, ഒരു ഗെയിം റൗണ്ട്. ഓക്കെ, ഗെയിം മോനെ, നീ 10 കോടി വാങ്ങുന്ന ആർട്ടിസ്റ്റാണ്. നീ അങ്ങനെ സമയമുണ്ടോ? കുഴപ്പമില്ല, അഖിലയുടെ ഒരു ആഗ്രഹമല്ലേ. 10 കോടി ഒരു ഇച്ചിരി സമയം. അല്ല, ചിത്ര, സോറി, ചിത്ര. ഇച്ചിരി സമയം തരും. ഗെയിം അഖില തന്നെയാണ് വിളിച്ചത്, ഞാൻ വേറെ പേര് പറയാം. എന്റെ പേര് ഒരു ഇട്ട് കൂട്ടിയത്. ഞാനൊരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യും, ആൻഡ് നിങ്ങളത് എൻഡ് ചെയ്യണം. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് വാക്കുകൾ ആഡ് ഓൺ ചെയ്യുമ്പോൾ അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഈ സമയത്ത് മാത്രം ഞാൻ 5000 ആർട്ടിസ്റ്റ് ഇത് എന്റെ റൗണ്ട് ആണ്. പ്രൊജക്ട് ക്യാൻസൽ ചെയ്തു. ഒരു ഗെയിം റൗണ്ട് കൂടെ നഷ്ടപ്പെട്ടത് 5 കോടിയാണ്. കുഴപ്പമില്ല. ഓക്കെ, ചിത്രയുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. താങ്ക് യു. ഓക്കെ, അപ്പോൾ 4 ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങളെ പോലെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവർ പോയി വഴി തെറ്റി ഒരു കാട്ടിൽ ഒരു ബംഗ്ലാവിൽ എത്തുന്നു. ഓക്കെ, അവിടെ നിന്ന് കഥ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അയച്ചോട്ടെ, സ്റ്റാർട്ട് ചെയ്യും. ബംഗ്ലാവിൽ എത്തുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ബംഗ്ലാവിൽ എത്തിട്ടോ? ഞാൻ ബംഗ്ലാവിൽ എത്തി ഉറങ്ങിപ്പോയി. അങ്ങനെയല്ല, അങ്ങനെയൊക്കെ പറയാലോ. പറയാം. ഞാൻ നോക്കുമ്പോ അജിച്ചേട്ടൻ ഉറങ്ങുന്നു, എന്നാ പിന്നെ ഞാനും ഉറങ്ങിയേക്കാം. അങ്ങനെ കുറച്ച് വാക്കുകൾ ഞങ്ങൾ ഉറങ്ങി. നിങ്ങൾ പറയുന്ന കഥ, ചിത്ര പറയുന്ന കഥ പോലെ ഞങ്ങൾ ഫോളോ ചെയ്യേണ്ടതില്ല. അവര് ഉറങ്ങി. ഞാൻ ചെന്നത് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ഇവൻ എന്നെ വിളിച്ച് വന്നപ്പോ ഞാൻ ഉറങ്ങുന്ന കണ്ടപ്പോ അവൻ കൂട്ടിയിട്ട് കർട്ടനും കൂടെ ഒരെണ്ണം അടിച്ചിട്ട് വേണം ഉറങ്ങിക്കോ. കഥയല്ലേ, ഒരെണ്ണം അടിച്ചിട്ട് വേണേ ഉറങ്ങാം. ഇയാളല്ല അയാൾ, അത് ആഡ് ചെയ്ത് പറയണം. ഞാൻ ഉറങ്ങിയില്ലേ? ഞാൻ ഉറങ്ങുവാണല്ലോ. ഈ റൗണ്ട് ഇങ്ങനെ അല്ല എന്റെ മനസ്സിലെ റൗണ്ട് ഇതല്ല. കണ്ടോ, ജീവക്ക് അറിയാം. ശരി, ബംഗ്ലാവിലോട്ട് കേറുന്നു. ഇല്ല, ഞാൻ ശരിക്കും എനിക്ക് കളിക്കാം. ബംഗ്ലാവിൽ കയറി കണ്ടിന്യൂ. ഞാൻ ഡോറ് തുറക്കുന്നു. ഇവരൊക്കെ എന്റെ കൂടെ ഉണ്ടോ? എല്ലാം അയച്ചോണ്ട് ഇഷ്ടം. അപ്പൊ കേറി ഞാൻ ആദ്യം എന്താ വെച്ചാൽ ഫ്രിഡ്ജ് ഉണ്ടോ എന്ന് നോക്കും. ഫ്രിഡ്ജ് ഉണ്ടോ? ഉണ്ട്, നമ്മൾ പറയുന്ന പോലെ. നമ്മളെ ഇഷ്ടം, നമ്മുടെ കഥ. ഞാൻ ഇതിനകത്ത് ഓരോ വാക്കുകൾ ആഡ് ചെയ്യണം. ഭക്ഷണമൊക്കെ ഉണ്ട് അവിടെ ഓൾറെഡി. എല്ലാം ഉണ്ട്. അപ്പൊ ഫ്രിഡ്ജിൽ പോയി എന്തെങ്കിലും കുടിക്കാനൊക്കെ എടുത്തുന്നു, ടേബിളിൽ ചെന്ന് ഭക്ഷണം എടുത്തു കഴിക്കാനിരിക്കും. തന്ത വൈബ്, അത് ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി പറയണം. തന്ത വൈബ്. അപ്പൊ ഞാൻ പറയുന്നത് ഉച്ചയിലെ നീറ്റ് അടിക്കണ്ട, വെള്ളം ഒഴിച്ചടിക്കുക, അല്ലെങ്കിൽ ഹാങ് ഓവർ ഉണ്ടാവും. തന്ത വൈബ കറക്റ്റ് അല്ലേ? ഇത് കേട്ടോണ്ടിരിക്കുന്ന എനിക്കതൊരു തന്ത വൈബായിട്ട് തോന്നി. നാച്ചുറലി അതാണല്ലോ തന്ത വൈബ്. അല്ലെങ്കിൽ ആളിയാ അടിക്കാന്നല്ലേ പറയൂ. നമ്മളങ്ങനെ അടിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമല്ലേ. ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ? തനിക്ക് അടിക്കണമെങ്കിൽ താൻ അടിക്കുക. ബേസിക്കലി മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്ന എന്ത് കാര്യം തന്ത വൈബാണ്. മാറ്റി വാക്കതാ. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടാവും. ഞങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടാകും. അനാവശ്യമായ നീ എന്തിനാ ബിന്ദു എന്നോട് പറഞ്ഞു. ആ തുപ്ലിയിലെ ബന്ധം വേറെ ആരോട് പറഞ്ഞില്ല. എന്റെ അത്ര നല്ല കൂട്ടുകാരനാ. എന്റെ അടുത്ത് വന്നിട്ട് തുപ്ലിയിലെ ബന്ധം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. അല്ല, നീ അങ്ങനെ അടിച്ചാൽ മതി. അല്ല, അങ്ങനെ തുപ്ലിയെ നീ ഇപ്പൊ അടിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ടെങ്കിൽ നീ അടിക്കേണ്ട കാര്യമില്ല. തുപ്ലിയിലെ ബന്ധത്തിൽ അടിക്കാൻ പറ്റില്ല എനിക്ക്. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. നീ അടിക്കണ്ടെന്ന് എനിക്ക് തുപ്ലിയിലെ ബന്ധത്തിൽ പറ്റത്തില്ല. ഇവനെ ഈ ട്രിപ്പിൽ ഞങ്ങൾ തമ്മിൽ വാക്ക് തർക്കമായി. ഈ കാര്യം ഞാൻ പറയാം. പൊതുവെ സൗമ്യനും ശാന്തശീലനുമായ ധ്യാൻ എൻട്രി ചെയ്യുന്നു. അപ്പൊ നോക്കുമ്പോ ഞങ്ങൾ അടിയുണ്ടായിക്കോട്ടെ. ഈ ബംഗ്ലാവിന്റെ ഓണർ ഞാനാണ്. ഇവരെ അപ്പത്തിനെ ഇറക്കി വിടും. പിന്നെ നീ ഒറ്റയ്ക്ക് കഥ ഉണ്ടാക്കേണ്ടി വരും. ശരി, ഞങ്ങൾ വെക്കേറ്റ് ചെയ്യുന്നു. ഈ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ഫ്രിഡ്ജും തുറന്ന് അവിടെ ഉണ്ടാക്കിയിട്ട് അലമ്പി കൊണ്ടിരുന്ന ആൾക്കാരെ ഞാൻ ഇറങ്ങിപ്പോടാം എന്ന് പറയൂലേ. അയലത്തെ ചേച്ചി ഞങ്ങളെ ഇറക്കി വിട്ടല്ലോ. അല്ലല്ല, അതെന്നെ ഏർപ്പാടാ. അതെന്ത് ഏർപ്പാടാ? നമ്മളിന്നപ്പോ ഈ അയലത്തെ ചേച്ചി ഒന്നുമില്ല. അവൻ വന്നപ്പോ അയലത്തെ ചേച്ചി.
ഞങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ തൊഴിലെടുത്ത് കയറി പിടിക്കും. അയലത്തെ ചേച്ചിയുടെ വേണം എടുത്തോ എടുത്തോ കൊടുത്ത് അല്ല അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് അതെന്റെ ചോദ്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാ അയലത്തെ ചേച്ചിയായിട്ട് എനിക്ക് ചെറിയൊരു ബന്ധമുണ്ട്. ഓക്കെ, ഇഷ്ടായി. അതുകൊണ്ടാണ് നിസ്സാര തുപ്ലിയിലെ ബന്ധത്തിൽ ഞങ്ങൾ ഇറക്കി വിട്ടത്. ഞങ്ങളുടെ ബംഗ്ലാവ് ചേച്ചിയെ വെച്ച് ഞങ്ങളുടെ നോട്ടവും ആ ചേച്ചിയിലായിരുന്നു പോരെ. അങ്ങനെയാക്കണം. അതായിരുന്നു ഈ ആകത്തുകയിൽ ഈ പ്രശ്നങ്ങൾ. അപ്പൊ ഓൾറെഡി ആ ചേച്ചിയുടെ അടുത്തിരിക്കുകയാണ് ദിവ്യൻ. അതാ ഒരു ഭാര്യ ഒരു കാമുകി. ചേച്ചിയുടെ ഭർത്താവ് ഒരു ഭാര്യ, ഒരു കാമുകി. അങ്ങനെയല്ല, മറ്റേ ഇവിടം വരെ ഇതായിട്ട് തളർന്നു പോയതാ. ചേച്ചി തടവുകാരിയാ, ചേച്ചി തടവുകാരിയാ. ഏത് ജയിലിലാ അതല്ല, ഈ പടം ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെയോ ഈ പടം എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. ഒരു ഭാര്യ ഒരു കാമുകി കഥയുടെ എന്റെ ഒരു ഭാര്യയും ഒരു കാമുകി ഉണ്ടായിരുന്ന എന്നെ അടിച്ച് വയ്യാതാക്കി കിടപ്പിലാക്കി എന്റെ ഭാര്യയെ തുപ്ലിയിലെ ബന്ധം കാണിക്കാന്ന് പറഞ്ഞ് ഇവൻ 1 വർഷം മുമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. ഞാനല്ലടാ അയലത്താമസിക്കുന്നതാണ്. അല്ലല്ല, ഇതിപ്പോ കഥയുടെ ഫ്ലാഷ് ബാക്കാ. 1 വർഷം മുമ്പ് അങ്ങനെ നന്നായിട്ട് ജീവിക്കുന്നവരെ കാണുമ്പോൾ കുശിപ്പൊള്ളാം. ഞാൻ നല്ല ആരോഗ്യമായിട്ടിരുന്നതാ. എന്നിട്ട് ഞാൻ വന്ന് നോക്കിയപ്പം അജിച്ചേട്ടൻ അവിടെ കിടന്ന് ഉറങ്ങുന്നു. എവിടെ? അവിടെ ബംഗ്ലാവിൽ കഴിഞ്ഞ വർഷം ഫ്ലാഷ് ബാക്ക് ഇത് മറ്റേ ഇതായി ഇൻസെപ്ഷൻ ആയി. അവന്റെ തളർന്നു കിടക്കുന്ന സ്വപ്നത്തിൽ നമ്മൾ ഉറങ്ങുകയാണ്. ഉറങ്ങുവാണല്ലോ. ഉറങ്ങുവാണ്. എടാ, തളർന്നു കിടക്കാൻ എങ്ങനെ സ്വപ്നത്തിൽ എണീറ്റ് കിടന്നൂടെ? അത് വേണമെങ്കിൽ അടുത്ത അവൻ സ്വപ്നം കണ്ടോട്ട് നമ്മൾ വീട്ടിൽ നിന്ന് അല്ല, പോയി അവൻ കാണുന്ന സ്വപ്നത്തിൽ അവൻ എന്നാ പിന്നെ തളർന്നു കിടക്കേണ്ട കാര്യമുണ്ടോ? അവൻ എഴുന്നേറ്റ് കിടന്നോളെ. സ്വപ്നത്തിലെങ്കിലും നിൽക്കുന്ന എഴുന്നേറ്റ് കിടന്നോളായിരുന്നു. ഇച്ചിരി ആരോഗ്യപരമായിട്ട് ആ ചേച്ചിയെ കയ്യിൽ കൂടെ വെച്ചൂടെ? ബാക്കി പോയി കഴിഞ്ഞാൽ ഇത് സെൻസേർഡ് ആയി പോകും. വേഗം അവസാനിപ്പിക്കാം. വേഗം അവസാനിപ്പിക്കാന്ന് അങ്ങനെ ഞാൻ പറയാം ബാക്കി. അങ്ങനെ പൊടിച്ച് മധോന്മത്തനായിരിക്കുന്ന 3 പേര് ആ ചേച്ചിയെ 3 പേരും കൂടി കാണാം. ഇഷ്ടായി. അലിൻ ജോസ് പെരേര. അയ്യോ, ആ പാവം അവിടെ വന്ന് റിവ്യൂ പറഞ്ഞിട്ട് പോയി. ഞാൻ ആ തുപ്ലിയിലെ ബന്ധത്തെ പറ്റി റിവ്യൂ പറഞ്ഞിട്ട് പോയി. ഓക്കെ, ഒരു ഡാൻസും ചെയ്തു. ഓക്കെ. ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഈ സമയത്തോ? ഈ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്നു. പറ. ആ നോട്ടിഫിക്കേഷൻ വന്നു. അടുത്ത ചേച്ചി മാത്രം പോലല്ലേ, 3 പേരില്ലേ, 2 പേര് നോട്ടിഫിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തളർന്നു കിടക്കുന്ന ഭർത്താവ് തിരിച്ചു പാടി. ആപ് കൈസേ ഹോ? നീ അപ്പം ഈ രാത്രി ഞാൻ തളർന്നു. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കും ആ പൈസ വന്നു എന്റെ ഞാൻ എന്ത് പറയണം? എന്തൊരു വൃത്തികെട്ട കഥ. ബേസിൽ ജോസഫ് അവനെ ഇതിൽ പറ്റില്ല. ഈ ഒരു പള്ളിന്നത് ഒരു കഥയാക്കാൻ നമ്മള് ബേസിന്റെ അടുത്ത് ചെല്ലുവാണ്. അതിനെ തുപ്ലി ഡയറക്ടറായിട്ട് റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്യാം. ആങ്കർ ചിത്ര. ആങ്കർ ചിത്രയുടെ ആവശ്യമില്ല. ആങ്കർ ചിത്രയായിരിക്കും അയലത്തെ ചേച്ചി. ചോദിച്ചു വാങ്ങിച്ചതാ. അതായത് ഇത്രയും ഒരു മോശം ക്യാരക്ടർ, ഒരു മൊറാലിറ്റി ഇല്ലാത്ത അല്ലേ? അയലത്തെ ചേച്ചിയെ ഞങ്ങൾ കാസ്റ്റ് ചെയ്യും. തളർവാദം പിടിച്ചിരിക്കുന്ന ഭർത്താവ് കാമുകൻ. എനിക്ക് കിടക്കുന്നത് ഒരു സ്വപ്നത്തിലുണ്ടല്ലോ, ആ സീൻ ആഡ് ചെയ്യണം. വെൽക്കം. എന്ത് പെട്ടെന്ന് കയറിയ കഥയില്. താങ്ക് യു. അവസാനിപ്പിക്കാം. ഓക്കെ, എന്തായാലും ആപ് കൈസേ ഹോ തിയേറ്ററിൽ എത്താണ്. എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു ചിത്ര, താങ്ക് യു സോ മച്ച്.